വിവിധ ദേവാലയങ്ങളിൽ നിന്നും കോതമംഗലം പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവായുടെ ഖബറിംഗിലേക്ക് പോയ കാൽനട തീർത്ഥാടകർക്ക് കാപ്പിയും ലഘുഭക്ഷണവും നൽകി അടിമാലിയിലെ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ. അടിമാലിയിലെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾക്കാണ് കാപ്പിയും ലഘുഭക്ഷണവും ഇവർ ഒരുക്കിയത്. ഫാദർ എൽദോസ് കുറ്റപ്പാല കോറോപ്പിസ്കോപ്പ പ്രാർത്ഥനയും ഉദ്ഘാടനവും നിർവഹിച്ചു. വിവിധ ദേവാലയങ്ങളിൽ നിന്നും കോതമംഗലം പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവായുടെ ഖബറിംഗിലേക്ക് പോയ കാൽനട തീർത്ഥാടകർക്കാണ് അടിമാലിയിലെ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തീർത്ഥാടകർക്ക് കാപ്പിയും ലഘു ഭക്ഷണവും ഒരുക്കിയത്. കാൽനട തീർത്ഥാടകർക്ക് ആശംസകൾ നേരുകയും അതോടൊപ്പം വിദൂര ഇടങ്ങളിൽ നിന്നും കാൽനടയായി സഞ്ചരിച്ചെത്തിയ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നതിനുമായാണ് സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കാപ്പിയും ലഘു ഭക്ഷണവും ഒരുക്കി നൽകിയത്. ഫാദർ എൽദോസ് കുറ്റപ്പാല കോറോപ്പിസ്കോപ്പ ചുമട്ടുതൊഴിലാളികൾ ഒരുക്കിയ ഭക്ഷണത്തിന്റെ പ്രാർത്ഥനയും ഉദ്ഘാടനവും നിർവഹിച്ചു. തടവിലായിരിക്കുന്നവന്റെ തടവിൽ ചെന്ന് നീ അവനെ സംരക്ഷിക്കണം കർത്താവേ. ഈ മക്കൾ എല്ലാവരും മാതൃക കാണിച്ചു തരികയാണ്. ഈ ദേശത്തിന് ഇതൊരു അനുഗ്രഹമായി തീരണം. ഇവരുടെ സംരംഭത്തിന് 30, 60, 100 മേനി പ്രതിഫലം കൊടുക്കണം. പക്ഷേ ഈ ഓണം തലേദിവസം വന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. ആലുവയിലായിപ്പോയി. അതുകൊണ്ട് നബിദിനത്തിൻ്റെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, അയ്യോ മോശമായി പോയല്ലോ. നമ്മളവർക്ക് 2 കൂട്ടർക്കും കൊടുത്തു. ഇത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, കാരണം ചെറിയ പള്ളി ഇന്ന് ഞങ്ങൾക്ക് നാളെ അവിടെ വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ കോടതി വിധി വിരുദ്ധമായിട്ട് വന്നു. അടിമാലിയിലെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾക്കാണ് കാപ്പിയും ലഘുഭക്ഷണവും നൽകിയത്. ചുമട്ടുതൊഴിലാളികൾ എല്ലാ വർഷവും ചെയ്തുവരുന്ന സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തവണയും ലഘുഭക്ഷണം ഒരുക്കിയത്. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാതൃക കാണിച്ചു തരികയാണ്. പണ്ട് കാലത്തൊക്കെ മാതൃകകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലാണെങ്കിലും പിതാവ് പറയുന്നു, ഞാൻ നടന്നതുപോലെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന മാതൃകകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കുറഞ്ഞു വരുമ്പോഴും നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ മാതൃക ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയ്ക്കും സമൂഹത്തിനുമൊക്കെ വളരെ ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നന്മകളും പ്രത്യേകമായിട്ട് നേരും. നാട്ടിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള കടപ്പാടിന്റെ ഭാഗമായാണ് ഇത്തരം സേവന പ്രവർത്തനമെന്നും ചുമട്ടുതൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ CS നാസർ, CD ഷാജി, KM ഷാജി, BJP നേതാവ് ബിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.